ആർജിക്കർ ആശുപത്രിയിൽ ട്രെയിനി ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവം അന്വേഷിക്കാൻ CBI ഓഫീസർമാരെ നിയമിച്ചു. ഉന്നാവോ ഹത്രസ് കേസുകൾ അന്വേഷിച്ച വനിതാ ഉദ്യോഗസ്ഥർ സമ്പത്ത് മീണ, സീമ പഹൂജ എന്നിവർ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകും. അതേസമയം കേസ് അട്ടിമറിക്കാനാണ് മമതാ സർക്കാർ ശ്രമിക്കുന്നതെന്ന ആരോപണം ശക്തമാവുകയാണ്. ട്രെയിനി ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. എന്നാൽ മമതാ സർക്കാർ അന്വേഷണത്തെ അട്ടിമറിക്കുകയാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. CBI അറസ്റ്റ് ചെയ്ത പ്രതിയും തൃണമൂൽ പ്രവർത്തകനുമായ സഞ്ജയ് റോയിയെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും കുടുംബം വ്യക്തമാക്കി. പ്രതിഷേധക്കാരെ ഭീഷണിപ്പെടുത്താനും മമതാ സർക്കാർ ശ്രമം നടത്തി. അതേസമയം അന്വേഷണത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കേസ് അന്വേഷിക്കാൻ CBI ഓഫീസർമാരെ നിയമിച്ചു. രാജ്യത്തെ നടുക്കിയ ഉന്നാവോ ഹത്രാസ് പീഡനക്കേസുകൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥ സമ്പത്ത് മീണ, ഗുഡിയ പീഡനക്കേസ് തെളിയിച്ച സീമ പഹൂജ എന്നീ വനിതാ ഉദ്യോഗസ്ഥർ 15 അംഗ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകും. പ്രതി സഞ്ജയ് റോയിയെ നുണപരിശോധന നടത്താൻ കോടതി അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ CBI സംഘത്തിന് ഇയാൾ തനിച്ചാണോ കുറ്റം ചെയ്തെന്ന കാര്യം ഉറപ്പാക്കാനായിട്ടില്ല. അതേസമയം മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന് കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന വിമർശനം ഉയരുന്നതിനിടെ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ കൊൽക്കത്ത പോലീസ് കേസെടുത്തു. സ്ത്രീകളുടെ സുരക്ഷ ശക്തമാക്കണമെന്ന സ്ഥാപക മേധാവികൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കത്തയച്ചിട്ടുണ്ട്. ആശുപത്രികളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കണമെന്നും കത്തിൽ പറയുന്നു. അതേസമയം പശ്ചിമബംഗാളിലെ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട ഗവർണർ CV ആനന്ദബോസ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ആരോഗ്യമന്ത്രി JP നദ്ദയുമായും കൂടിക്കാഴ്ച നടത്തിയേക്കും. കൈരളി ന്യൂസ്, ദില്ലി.